Hello and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് നമുക്ക് സെറ്റ് സാരി ഉടുക്കാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചേച്ചി ഇങ്ങനെ ചെയ്യുന്നത്, അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇടുമോയെന്ന്. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ചാൽ ഓണം വരുന്നതിന് ഒരുപാട് മുന്നേടാണ്, അതാണ് ഞാൻ ഇവിടെ തന്നെ കിട്ടുന്നത്. സോ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഇപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി, ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് അപ്പോൾ തന്നെ കാണാനായിട്ട് പറ്റും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്, സെറ്റ് സാരി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇങ്ങനെ നമുക്ക് പ്ലീറ്റ് എടുക്കില്ലേ, നമ്മൾ തോളിലിടില്ലേ, ആ ഭാഗമാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും പാടായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിന്നിവിടെ കാണിക്കുന്ന ഈ സെറ്റ് സാരി ഉടുക്കുന്നത് അത്ര വലിയ അടിപൊളിയായിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ സാരി കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ബെനിഫിറ്റ് ആയിരിക്കും. അല്ലാണ്ട് ഭയങ്കരമായിട്ടൊന്നും വിചാരിക്കില്ലേ. അപ്പം നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഫ്ലീറ്റ് എടുക്കുമ്പോഴത്തേനും ഒരു ഭാഗം അങ്ങോട്ടും ബാക്കിലെ ഭാഗം ഇങ്ങോട്ടും, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേണം ഇരിക്കാൻ. എങ്കിൽ മാത്രമേ നമ്മൾ കുത്തുമ്പോൾ അത് കറക്റ്റായിട്ട് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് ഒന്ന് വെറുതെ പ്ലീറ്റ്സ് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ആ തുമ്പിലൊന്നിങ്ങനെ പിന്ന് വെച്ചിട്ട് കുത്തിവെക്കുക. ഇത് നമ്മൾ ഇപ്പോൾ നാളെയാണ് നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളെങ്കിൽ തലേ ദിവസം കുത്തിവെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ നമുക്ക് എവിടം വരെയാണോ നീളം വേണ്ടത് അത്രയും ഇങ്ങനെ ഫ്ലീറ്റ് എടുത്ത് പിന്നു കുത്തി കുത്തി വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തേക്കുമ്പോൾ എളുപ്പമായിട്ട് തേക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമുക്ക് പിന്നെ അഴിച്ചു മാറ്റാം, കാരണം നമുക്ക് ആ തേക്കുമ്പോൾ ഉള്ള ഒരു കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ഇതേപോലെ എടുക്കുക. ഇപ്പോൾ കറക്റ്റ് ആ ഒരു അടങ്ങി ഇരിക്കില്ലെങ്കിലും നമുക്ക് തേക്കുമ്പോൾ നന്നായിട്ട് അടുക്കി വെച്ചിട്ട് തേക്കാനായിട്ട് പറ്റും. കറക്റ്റ് ആ ഒരു ഇത് കണ്ടോ, എന്താ അതിനെ പറയുക, ആ ഗോൾഡൻ കളറിലെ സംഭവം കറക്റ്റ് നേരെ വരണം. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി നിൽക്കാണ്ട് ആ ഗോൾഡൻ കളറിലെ സംഭവം നേരെ വന്നിട്ട് നമ്മൾ എന്നിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ച് തേച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കറക്റ്റ് അങ്ങനെ തന്നെ ഇരിക്കും. അയൺ ചെയ്യുമ്പോൾ അത് കറക്റ്റ് പിന്നെ അവിടെ നിന്ന് പൊസിഷൻ മാറിയില്ല. എന്നിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് തേക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് തേക്കാം കേട്ടോ. നന്നായി ചൂടായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആയി കിട്ടും. അങ്ങനെ എന്നിട്ട് തേച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ എവിടം വരെയാണോ നമുക്ക് വേണ്ടത്, അതായത് നീളം എന്തോരമാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ നീളത്തിനനുസരിച്ചിട്ടുള്ള അവിടം വരെ ഇങ്ങനെ തേച്ച് വെക്കുക. തലേ ദിവസം തേച്ച് വെക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടുത്ത ദിവസം എടുത്ത് ഉടുക്കാനൊക്കെ എളുപ്പമാണ്. അപ്പം എടുക്കാമെന്ന് വെച്ചാൽ അപ്പം എടുക്കാൻ അറിയാവുന്നവർക്ക് എടുക്കാം കേട്ടോ. എനിക്ക് കുറച്ച് പാടാണ് ആ ദിവസം ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ, ഒത്തിരി സമയം എടുക്കും. ഈ സംഭവമാണ് ഏറ്റവും പാടായിട്ടുള്ളത് എനിക്ക്. അപ്പം നമ്മൾ അവിടം വരെ ഇങ്ങനെ ആ പിന്നഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തുമ്പിൻ്റെ ആ ഭാഗത്തായിട്ട് മാത്രം പിന്നെ വെച്ച് കുത്തിയിരുന്നാൽ മതി. പിന്നെ പുതിയ സാരിയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിട്ട് കൊടുക്കാം, കാരണം നല്ല സ്റ്റേൺ ആയിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് കുറച്ച് പഴയ സാരിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ആരും അങ്ങനെ സാരി ഉടുക്കില്ല, അമ്മയൊന്നും ഉടുക്കാറില്ല. അപ്പോൾ സാരി അങ്ങനെ ആരുടെയും കയ്യിലില്ല. അപ്പോൾ പിന്നെ പുതിയൊരു സാരി വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് വലിയ ഉപകാരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ തുമ്പിലിങ്ങനെ പിന്നെ കുത്തിവെക്കുക. എന്തിനാന്ന് വെച്ചാൽ പിന്നെ ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് പോവില്ല, കാരണം തേച്ചിരിക്കണോണ്ട് പോവില്ല, എന്നാലും ഒന്ന് കറക്റ്റ് സ്ഥലത്ത് സ്റ്റേണായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ കുറച്ച് സ്പീഡിൽ കാണിക്കുകയാണ്, അല്ലെങ്കിൽ വെറുതെ ബോറടിക്കും തേക്കുന്ന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കറക്റ്റ് ആ ഒരു അളവിൽ വെച്ചിട്ട് തേക്കുക, എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, നല്ല ഭംഗിക്ക് ഇരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ വെച്ച് തേച്ച് കൊടുക്കുക. എളുപ്പമാണ് അങ്ങനെ തേക്കാനായിട്ട്. ആ പ്ലീറ്റ്സ് ഇങ്ങനെ കറക്റ്റ് ഒന്ന് നോക്കി എടുത്തിട്ട് തേക്കുമ്പോൾ അത് നല്ല സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ വെച്ച് നോക്കുക നമ്മുടെ കറക്റ്റ് നീളത്തിനായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇങ്ങനെ വച്ചിട്ട് നോക്കാം. സോറി ഇട്ടത് ലൈറ്റ് ഇല്ല, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പാവാട ഉടുക്കുക. അതിന് ശേഷം കറക്റ്റ് നന്നായിട്ട് ടൈറ്റായിട്ട് ഉടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ പുക്കിളിൻ്റെ കറക്റ്റ് നേരെ തന്നെ വെച്ചിട്ട് കെട്ടുക. ഇറക്കിയിട്ട് കെട്ടൽ, മേലെ കയറ്റിയിട്ടും കെട്ടരുത്. അതിനുശേഷം നമ്മൾ ഈ സംഭവം നമ്മൾ കുത്തില്ല, ആ കുത്തുന്നതിൻ്റെ നേരെ ബാക്ക് സൈഡിലുള്ള ആ പീസ് വേണം എടുക്കാനായിട്ട്. ആ പീസാണ് എന്നിട്ട് നമ്മുടെ ഇങ്ങനെ കുത്താനായിട്ട് മേലെ വരുന്നത്. എന്നിട്ട് അതിങ്ങനെ സൈഡ് തുമ്പിലായിട്ട് ഇങ്ങനെ ഒരു കെട്ടിടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ വെളിയിലേക്ക് പോരാതിരിക്കാൻ. നമ്മൾ ബെഡ്ഷീറ്റിനൊക്കെ കെട്ടിടില്ലേ, അതുപോലെ ഇങ്ങനെ ഒരു കുഞ്ഞ് കെട്ടിട്ടാൽ മതി കേട്ടോ. കുഞ്ഞ് കെട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ കുത്തുക. ഇത് കുത്തുമ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വേണം കുത്താനായിട്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഒറ്റ റൗണ്ട് മാത്രം ചെയ്താൽ മതി. അങ്ങനെ ബാക്കിലും അതുപോലെ തന്നെ വെക്കുക. ഇങ്ങനെ കുത്തി എടുക്കുക. അപ്പോൾ ഇത് ഞാൻ സ്പീഡാക്കി കാണിക്കാത്തതിന് ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്തിട്ടാണ്
ഇത് ഒരുപാട് അങ്ങോട്ട് സ്പീഡാക്കാത്തത്. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും ഞാൻ കാണിക്കുകയാണ്. ജസ്റ്റ് നമ്മൾ എന്നിട്ട് ഇങ്ങനെ ഫുൾ എല്ലായിടും നന്നായിട്ട് ഇങ്ങനെ കയറ്റി വെക്കുക. കയറ്റി വെക്കുമ്പോൾ അവിടെ ഇവിടെയൊന്നും എന്തെങ്കിലും കയറി ഇറങ്ങിയൊന്നും ഇരിക്കരുത്. കറക്റ്റ് ആ ഒരു ലെവലിൽ വെക്കുക. പിന്നെ നിങ്ങൾ ഹീൽസൊക്കെ ഇടുന്ന ആളുകളാണെങ്കിൽ ചെരുപ്പിട്ടതിന് ശേഷം വേണം എന്തോരം നീളം വേണം തീരുമാനിക്കുക. എന്നിട്ട് ഇങ്ങനെ കാലം ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കണം. എന്താ വെച്ചില്ലെങ്കിൽ നമുക്ക് നടക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നടക്കാനുള്ള ഒരു ഇതൊക്കെ ആദ്യമേ തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം കംപ്ലീറ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നടക്കാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ ആദ്യമേ അതൊക്കെ നോക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഫുൾ ഇങ്ങനെ സൈഡിലോട്ട് കയറ്റി വെച്ച് ഫ്രണ്ടിൽ കൊണ്ടുവരാം. ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മളിനി തോളിലിടില്ലേ, ഷോൾഡറിൽ ഇടുന്ന സംഭവം എടുത്ത് നേരെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചിട്ട് നേരെ വെക്കുക. ഈ സംഭവം ജസ്റ്റ് നമ്മുടെ ഇങ്ങനെ ബാക്കിൽ കൂടെ എടുക്കുക, എന്നിട്ടിങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ തല കാണാൻ പറ്റില്ല. ഞാൻ ബാക്കിലോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒട്ടും വെട്ടം കിട്ടുന്നില്ല. ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കയറി നിന്ന്. എൻ്റെ ക്യാമറ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഫോണിലാണ് എടുക്കുന്നത്. അപ്പം അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി ഈ വരുന്ന ഈ പോർഷൻ ഉണ്ടല്ലോ നന്നായിട്ട് വലിച്ച് നമ്മളുടെ ഇപ്പുറ സൈഡിൽ എന്താ പറയുക, ഈ തൊടയുടെ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് വലിച്ചിട്ട് വേണം പിൻ ചെയ്യാൻ. എങ്കിൽ മാത്രമേ അവിടെ നമുക്ക് നല്ല ഒരു ഷേപ്പായിട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിച്ച് കുത്തുന്നത്. ഇതിപ്പോൾ ഒന്നുകൂടി കുത്തിയാലും നമുക്ക് വീണ്ടും ഒന്നുകൂടി കുത്തേണ്ടി വരും. കാരണം എല്ലാം എടുത്ത് കഴിയുമ്പോഴേക്കും ബാലൻസ് എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ വലിച്ച് കുത്തേണ്ടി വരും. അതിന് ശേഷം നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുക്കുക. പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഒരുപാട് ചെറിയ പ്ലീറ്റ്സ് ഒന്നും എടുക്കണ്ട. അത്യാവശ്യം കുറച്ച് വലുത് ആയിട്ട് എടുക്കുക. അതെടുക്കുമ്പോൾ നന്നായിട്ട് അടുക്കിയിട്ട് വേണം എടുക്കാനായിട്ട്, അറിയാമല്ലോ. എന്നിട്ട് ഇങ്ങനെ ഈ സൈഡിലോട്ട് വെച്ചിട്ട്, മനസ്സിലാവുന്നില്ലേ? ഇതിപ്പോൾ ഇങ്ങനെ പറയുകയല്ലേ. എന്നിട്ട് നമ്മുടെ നമുക്ക് നീളം നോക്കണം കേട്ടോ. കാരണം ഒരുപാട് നിലത്തങ്ങ് വീണ് കിടക്കരുത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് വേണം നമ്മളിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേയിട്ട് ഒന്നും കൂടി നമ്മൾ ആ പ്ലീറ്റ്സൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെക്കുക. എന്തിനാണെന്ന് വെച്ചാൽ കറക്റ്റ് ഒരു ഭംഗിക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായില്ല? ആ തുമ്പ് ഇപ്പോൾ കുറച്ചിങ്ങനെ ഇറങ്ങിക്കിടപ്പില്ലേ എൻ്റെ, അങ്ങനെ കിടക്കരുത്. അത് നമ്മൾ പൊക്കിയിട്ട് വേണം, നന്നായിട്ട് പൊക്കി അത് കയറ്റി വെക്കണം. അതിന് മുന്നേയായിട്ട് നമ്മൾ അവിടെ വെച്ചൊന്ന് പിൻ ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ നന്നായിട്ട് തന്നെ ഇരിക്കാൻ, അത് ഊരിയൊന്നും പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഷേപ്പൊക്കെ നോക്കുക. അതായത് ഫുൾ നമ്മൾ വലിച്ച് വെക്കുക. മേളിൽ നിന്ന് മാത്രമല്ല താഴത്തു നിന്നൊക്കെ വലിച്ച് വെക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്യുമ്പോഴും നേരെ നമ്മൾ ഇങ്ങനെ നേരെ വരിക. അതായത് നമ്മൾ നിൽക്കുന്നതിൻ്റെ നേരെ വരിക. അങ്ങനത്തെ രീതിയിൽ വേണം ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ട്. ഇപ്പോൾ കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ ശരിയാക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒന്നും കൂടി അവിടെയും കൂടി ഒന്ന് പിൻ ചെയ്യാണ്. എന്തിനാന്ന് വെച്ചാൽ അപ്പോൾ നേരെ ഇങ്ങനെ നല്ല ഭംഗിക്ക് ഇങ്ങനെ കിടക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അങ്ങനെ പിൻ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ പിൻ ചെയ്യാതെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് പിൻ ചെയ്യാറുണ്ട്. പിന്നെ ചിലവർ ഏറ്റവും താഴത്തൊക്കെ പിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ചെയ്യാറില്ല. കാരണം താഴത്ത് പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വിടർന്ന് കിടക്കില്ല. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചു കൊടുക്കുക. എനിക്കറിയാം ഇത് കുറച്ച് വലിച്ചു നീട്ടുന്ന പോലെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഇനിയിപ്പോൾ ചിലർക്ക് മനസ്സിലായില്ലെങ്കിലോ, സ്പീഡ് കൂടിപ്പോയി എന്ന് പറഞ്ഞെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ എന്നാലും ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടിയിട്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ ഇടാൻ പറ്റില്ല. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. പക്ഷെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു ലിമിറ്റ് വരെയൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും കൊണ്ട് ഒന്ന് ഇതിൻ്റെ പ്ലീറ്റ്സ് പിടിപ്പിക്കുന്നതാണ് ഒന്നും കൂടി ബെറ്റർ. കാരണം നമ്മൾ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഭംഗിക്ക് ഇരിക്കില്ല. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ കുറേ നോക്കിയായിരുന്നു ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം. നമ്മുടെ കൈ എത്തുന്ന ആ ഭാഗം വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാം. എന്താ പറയുക, ആ ടിപ്പ് വരെ നമുക്കിങ്ങനെ ചെയ്താൽ അത്ര ഭംഗിക്കൊന്നും കിടക്കില്ല. അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ അവിടെ പോകും. അപ്പോൾ അത് വേറെ ആരെങ്കിലും കൊണ്ടൊന്ന് പിടിപ്പിക്കുന്നത് തന്നെയാണ് ബെറ്റർ. അപ്പോൾ നന്നായിട്ട് കിടക്കും. അപ്പോൾ ഞാനിത് അമ്മയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചായിരുന്നു. അതിന് ശേഷം നമ്മൾ ഈ ബാക്കിലുള്ള ഗോൾഡൻ സംഭവക്കില്ലേ, ആ സംഭവമൊക്കെ നേരെയൊക്കെ വെക്കുക. അതിന് ശേഷം ഇങ്ങനെ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഇങ്ങനെ തുണി വരും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി അത് കയറ്റി വെച്ചിട്ട് വേണമെങ്കിൽ നമ്മൾ പിൻ ചെയ്തിരിക്കുന്ന അവിടെ അത് ഊരിയിട്ട് പിൻ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ അകത്തോട്ട് കയറ്റി വയ്ക്കാം. ഞാനിപ്പോൾ അത് മടിയായതുകൊണ്ട് ഒന്നും കൂടെ അവിടെ ഒരു പിൻ ചെയ്തിരിക്കുക. കാരണം അത് അങ്ങനെ
നമ്മൾ ഫ്രണ്ടിൽ ഇത് കുത്തി വച്ചിരിക്കുന്നതുകൊണ്ട് അറിയില്ല, പിൻ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയില്ല. അതിനകത്തല്ലേ അതല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് അവിടെ നമ്മളൊരു പിന്ന് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. എന്നിട്ട് എല്ലാം നല്ല ഷേപ്പിലാക്കി വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒതുക്കി മനസ്സിലായില്ലേ, അങ്ങനെ ഒതുക്കി ഉടുക്കുമ്പോഴാണ് സാരിക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒതുക്കിയിട്ട് ഉടുക്കുന്നത്. ഇപ്പോൾ കണ്ടോ, കറക്റ്റ് ആ ഒരു നേരെ വന്നിട്ടില്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഇപ്പുറ സൈഡില്ല, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നമുക്ക് കുറച്ച് തുണി ഇങ്ങനെ ബാലൻസ് ഉണ്ടാവും. ആ തുണി അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. അവിടെ നമ്മൾ ഈ ഇതിനൊക്കെ പറയുന്നത് വേറെ ഈ മേലേക്ക് ഇടുന്ന സാധനം ഇല്ലേ, അതിങ്ങനെ വരുന്നതുകൊണ്ട് അവിടെ ഒന്നും കാണില്ല. അപ്പോൾ അവിടെ നമ്മൾ അങ്ങനെ ചെയ്താലും വലിയ വൃത്തിയോടൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ ഉണ്ടാവും. കണ്ടോ, ഇപ്പോൾ നന്നായിട്ടില്ല. ഇനി ഞാൻ ബ്ലൗസും കൂടി ഇടുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും കറക്റ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം. എന്നിട്ട് നമ്മളിത് കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് ഭയങ്കര അടിപൊളിയായിട്ടൊന്ന് വിചാരിക്കില്ല, ബിഗ്നേഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ട്രിക്കാണ്. അപ്പോൾ ഞാൻ എല്ലാം കംപ്ലീറ്റ് മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണിത്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ ഒക്കെ വീഡിയോ വരാനിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കാണണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. നല്ലതാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കരുത്, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. പിന്നെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒന്ന് പറയാം. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. സോഷ്യൽ മീഡിയയുടെ ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ചെറിയ റിവ്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഫുൾ റിവ്യൂസ് ആയി പോകും. അതുകൊണ്ട് റിവ്യൂസ് ഒക്കെ ഞാൻ അതിലോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്, കുറച്ച് റിവ്യൂസ് ഒക്കെ. സോ അതും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കാം. നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ